ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ആദില ശരിക്കും എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു എപ്പിസോഡായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ആദില ചെയ്തേക്കുന്ന പല കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റുകൾ പലപ്പോഴും നൂറയ്ക്ക് ശരിക്കും സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ നൂറ ശരിക്കും പൊട്ടിക്കരയുന്നുണ്ട്. ഈ ഷാനവാസിൻ്റെ ആ ഒരു ഇഷ്യൂവിനകത്ത് തന്നെയാണെങ്കിൽ ആ ഒരു ഷാനവാസിൻ്റെ അടുത്ത് ആ ഒരു ബോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ആദിലയാണെങ്കിൽ ചില കാര്യങ്ങളിലാണെങ്കിൽ നൂറ പറയുന്നത് പോലും ഒരു എന്താ പറയുക, ഒരു ഇവർക്കിടയിലുള്ള ഒരു പിണക്കങ്ങൾ എന്നുള്ളതിലൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ആ ഒരു ജയിലിൻ്റെ ടാസ്കിൻ്റെ ഇടയിലാണെങ്കിൽ ഈ രൂപങ്ങൾ ഉണ്ടാക്കാനെ കൊണ്ട് ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ ജയിലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആദില കിടക്കുമ്പോഴത്തേക്കിന് ആദിലെടുത്ത് നൂറ വന്ന് പറയുന്നുണ്ട് ആ ഒരു വെസൽ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാനെ കൊണ്ടുള്ള കാര്യം. അപ്പം ആദില എവിടെ നിന്ന് എണീക്കുന്നില്ല. അനീഷിനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അനീഷിനെ നൂറ വിളിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദില നൂറയുടെ അടുത്ത് തന്നെ പറയണം, നീ എന്തിനാണോ അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവരെ വിളിച്ചുകൊണ്ടെന്ന് വന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദില അന്ന് കാണിച്ച പ്രവൃത്തി പോലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, അന്ന് മസ്താനെ ഔട്ട് ആവുന്നതിന് മുന്നേ മസ്താനി ഇതുപോലൊരു പരിപാടി കാണിച്ചപ്പോഴത്തേക്കിന് അന്ന് ശരത്തപ്പാനി ഇവരെല്ലാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ആദിലയ്ക്ക് മാത്രം എന്താണ് ഒരു ഈ പറയുന്ന പ്രത്യേകത എന്ന് നമ്മൾ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ള പല കാര്യങ്ങളും നേരെ ഇതിപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിലയ്ക്ക്. ഇനിയും ഇന്നത്തെ ആണെങ്കിൽ എപ്പിസോഡിനകത്ത് കണ്ടേക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ലൈവിനകത്ത് കണ്ടേക്കുന്ന വേറൊരു സാധനം എന്ത് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാവേ, എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വ്യക്തിനെ. എന്താണെങ്കിലും ഒന്ന് കാണാം ഇങ്ങോട്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ലൈവിൽ നമ്മുടെ ലക്ഷ്മിയും നെവിനും ഇരുന്ന് സംസാരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ ക്വിറ്റ് ചെയ്യരുത് കേട്ടോ നെവിനെ. എനിക്കിവിടെ ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളാണ് നെവിൻ, എൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ഒരിക്കലും നീ ക്വിറ്റ് ചെയ്യരുത്. അപ്പം നെവിൻ ആസ് യൂഷ്വൽ, ഞാൻ എൻ്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. എന്നെ ഇങ്ങനെ അപമാനിച്ച ഒരാൾക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കൂടെ ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് പുറത്ത് പോകുന്നല്ലേ. നോ 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 നെവിൻ, ക്വിറ്റ് ചെയ്യരുത് നെവിൻ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നെവിൻ. ആര്? നമ്മുടെ ലക്ഷ്മി നെവിനെ ഉപദേശിക്കാം. ഇപ്പൊ ലൈവിൽ കണ്ടതാണ്. ലക്ഷ്മിക്ക് ആദിലെ നൂറയുടെ അടുത്ത് മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ. നെവിൻ്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നെവിനാണ് ലക്ഷ്മിയുടെ ഫേവറേറ്റ്. എന്ത് തരം നിലപാടാണോ എന്തോ, പലതരം നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത നിലപാട് തന്നെയാണ്. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഈ വീക്കെൻഡ് എപ്പിസോഡ് ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്കിനിടയിലോട്ട് ശ്രീമതി റിയാസ് സലീം വന്നതിന് ശേഷം എനിക്കൊരു അല്പം ഇഷ്ടം തോന്നിയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ലക്ഷ്മി എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഇവരെ അങ്ങോട്ട് മനസ്സിലാവണില്ല. കാര്യം ഇതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാനെ കൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, 50 സെന്റിമീറ്റർ ചുറ്റളവിൽ ഒരു പുരുഷന്മാരെയും അടുപ്പിക്കില്ല എന്ന് പറഞ്ഞേക്കുന്നത് ഇതേ വ്യക്തിയല്ലാണ്ട് ഇപ്പം നെവിനെ താണ്ട് ഇത്ര അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ LGBTQ-വിനെതിരാണ്, LGTV-നെ ഞാൻ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞേക്കുന്നത് ഇതേ വ്യക്തിയാണ് ഇപ്പം നെവിൻ്റെ അടുത്ത് പറയണേ, നെവിനെ നീ അങ്ങനെ പോകരുത്, നീ അങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ആ ഒരു ഇഷ്ടം കൂടുതൽ നെവിൻ്റെ അടുത്ത് കാണിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നെവിൻ ഇന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാനൊരിക്കലും LGBTQ-വിനെ അല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഞാൻ ഫെമിനൈൻ ടച്ചുള്ള പുരുഷന്മാരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി ഇനി അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല ലക്ഷ്മീനെ. കാര്യം ലക്ഷ്മി കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഇത് LGBTQ-വിനെ സപ്പോർട്ട് ചെയ്ത് FB പോസ്റ്റൊക്കെ ഇട്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ഇങ്ങനെ പറയുന്നു, അങ്ങോട്ട് പിടുത്തം കിട്ടണില്ല. എന്താണെങ്കിലും ഇന്ന് മറ്റേ ആദിലേനെ ആണെങ്കിൽ ആദിലക്കെതിരെ ഷാനവാസ് ഇന്ന് പറത്തിയിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഒരൊറ്റ ഹോട്ടൽ ടാസ്ക് കൊണ്ട് ഷാനവാസ് മൊത്തത്തിൽ അങ്ങ് തൂക്കിയെന്ന് വേണം പറയാനെ കൊണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ശ്രീമതി റിയാസ് സലീം തന്നെയാണ്. എന്താണെങ്കിലും ഇന്ന് ഇതിനകത്താണെങ്കിൽ നമ്മുടെ അനുമോളാണെങ്കിലും ബിന്നി ആണെങ്കിലും ആദിലിനെ ശരിക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഏതാണെങ്കിലും ആദ്യം തന്നെ അനുമോള് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ബോയ്സിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേന്ന് വെച്ചു, അതായത് ഹഗ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല, എന്തോ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഉള്ളിൽ എന്തുണ്ടെങ്കിൽ ഞാനത് ഇവിടെ പറയണം ഞാനാണ് തീരുമാനിക്കുന്നത്. ഇല്ലേ, തോന്നിട്ടില്ലേ ഒത്തിരി ഇല്ല, തോന്നിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് മാറി. അത് കഴിഞ്ഞ് വീണ്ടും എന്റെ ആളുകൾ ചോദിച്ചു, സത്യം പറ തോന്നിട്ടില്ലേ, കള്ളം പറയും, നീ പ്രവീണോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പ്രവീണോട് എന്താ പറഞ്ഞ, ഞാൻ പ്രവീണോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇവിടെ നിങ്ങൾ തമാശ കാണിക്കുന്ന സംഭവം ഓവർ ആക്കി കളിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര രണ്ടുപേർക്കും എന്ന് പറഞ്ഞ കാര്യം. ഗേൾസിന്റെ അടുത്ത് ബോയ്സിന്റെ അടുത്ത് ഒരുപോലെയാണ് കാണിക്കും. ഇപ്പൊ എന്റെ അടുത്ത് വന്ന് കിടക്കാറുണ്ട്, എന്നെ ഹഗ് ചെയ്യാറുണ്ട്, എന്നെ വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാവരും വ്യക്തിപരം എല്ലാരെക്കാളും നിൽക്കുന്നത് അങ്ങനെ തോന്നിയപ്പോ എനിക്ക് ഉള്ളിലും ഞാൻ അങ്ങനെ തോന്നിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനാണ് എന്റെ പുറകെ നടന്നിട്ട് അല്ല ആ ഒരു കാര്യം ഉറപ്പിക്കണം, അതായത് പുള്ളി അതാണെന്നുള്ള രീതിയിൽ. പിന്നെ പെട്ടെന്ന് ഡബിൾ സ്റ്റാൻഡ് അതായത് മാറാന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം, അനുമോളുടെ ഗെയിമിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ചെയ്ത കാര്യത്തിനോട് 100% ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അനുമോളെ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ കണ്ടിട്ട്, അനുമോൾ നല്ല ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കാതെ പിന്നീന്ന് കുത്തിയേക്കുന്ന ഒരു പരിപാടി ആദില ചെയ്തിട്ടില്ലായിരുന്നു. അവ തിരിച്ച് അപ്പം ആദില പിന്നാമ്പുറത്തുനിന്ന് കുത്തിയെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ആദില ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നെവിൻ്റെ അടുത്തുള്ള ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് അവർക്ക് ഇങ്ങനെയല്ലേ ഇവർക്ക് ഇങ്ങനെയല്ലേ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് പോകുമ്പോഴത്തേക്കിന് എത്ര വൃത്തികെട്ട ഒരു ഗെയിമാണ് കളിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
അനുമോൾ അന്ന് ജിസേലിന്റെ ആര്യന്റെ ആ ഒരു കേസ് ചെയ്ത പോലത്തെ ഒരു പരിപാടിയല്ല അല്ലെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ വൃത്തിയിട്ടൊരു പരിപാടിയല്ല ഇവിടെ ഈ ആദിലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ LGBT ആണ്, ഞങ്ങളുടെ പ്രൈഡ്, ഞങ്ങൾ ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതി, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ പറയുന്ന ഇതേ ആദിൽ തന്നെ കാണിച്ചേക്കുന്ന ഒരു പരിപാടിയാണിത്. ഇനി ബിന്നി പറയുന്ന കാര്യമാണ്, അതൊന്ന് കേൾക്കാം. പക്ഷെ അനുമോളിന്റെ അടുത്ത് ചോദിച്ചതുപോലെ തന്നെ എന്റെ അടുത്തും ചോദിച്ചു. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരുടെ അടുത്തും ചോദിച്ചിട്ടുണ്ടാവാം എന്താണ് നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന്. പക്ഷെ ആ ഒരു പോയിന്റിൽ പോലും ആ ഒരു ഇഷ്യൂ ഇങ്ങോട്ട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല അതുവരെ. കാരണം എല്ലാവരുടെ അടുത്തുനിന്നും എടുക്കുകയാണ് ഒപ്പീനിയൻ, എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് എല്ലാവരുടെ മജോറിറ്റി ഒപ്പീനിയൻ എന്താണ് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി അവർ കാണിച്ചു. അപ്പം അതൊരു ഇഷ്യൂ ഇഷ്യൂവിന് ശേഷം ഏതാ മല്ലിയിലെ ഇഷ്യൂവിന് ശേഷമാണ് ശ്രീമതി റിയ സലീമിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് പിന്നീട് ഇപ്പം താണ്ട് ഈ നെവിനുമായിട്ട് ഇവരിപ്പോൾ ഒട്ടിയൊട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ വരെ ഈ കലിപ്പ് സാധനങ്ങളൊക്കെ കടന്നപ്പോഴത്തേക്കിന് നേരെ അടിച്ചിട്ട് ഇപ്പം നെവിനാണെങ്കിൽ നെവിൻ എല്ലാ ആണുങ്ങളുടെ അടുത്തും ഇതുപോലാണ് നിങ്ങളൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും നെവിൻ്റെ ആണെങ്കിൽ ടച്ചിങ് കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ടെന്നുള്ളത് പറയണം. ഇന്നൊക്കെ ഭയങ്കര അതിയായിട്ട് ആഗ്രഹം കണ്ടിട്ട് എല്ലാവരും അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. മറ്റേ ഓഗസ്റ്റ് 2-ാം തീയതി എവിടെ പോയിരുന്നു, പാറപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയിരുന്നു എല്ലാ ആൾക്കാരിലും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവിടെ ആദില ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണെങ്കിൽ ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കാരണമായിട്ടുള്ള നമ്മുടെ ശ്രീമതി റിയ സലീമിനെ കുറിച്ചിട്ട് അഖിൽമാരാർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്, അതുകൂടെ ഞാൻ ഇങ്ങോട്ട് നോക്കാം. റിയാസ് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ഷാനവാസിൻ്റെ പദപ്രയോഗം വളരെ മോശമാണ്, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്. ഞാൻ നോക്കിയപ്പോൾ വീണ്ടും ഷാനവാസ് വിളിക്കുകയാണ്, എടാ പോടാ, എടാ നീ പോടാ എന്നൊക്കെ വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ ഷാനവാസിനെ താങ്കൾ കാണിച്ചത് വളരെ മോശമാണ്. നിങ്ങൾ ഒരു കാരണവശാലിക്കാൻ പാടില്ലായിരുന്നു. എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കേണ്ടത് ആണുങ്ങളെയാണ്. ആണുങ്ങളെയുടെ മുഖത്ത് നോക്കി വിളിക്കേണ്ട വിളി റിയാസിനെ നോക്കി വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അയാൾക്ക് മാനസിക വിഷമം ഉണ്ടാവും. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. 100% ഈ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിനകത്ത് എനിക്ക് പറയാനില്ല. ഓക്കെ, എന്നാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പം നൂറയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഷാനവാസുമായിട്ടുള്ള ഈ ഒരു പിണക്കത്തിന്റെ ആ ഒരു സാന്നിധ്യം നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറയ്ക്ക്. ഒരുപക്ഷെ നൂറ ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദിലേക്കാൾ കുറച്ചും കൂടെ ഗെയിമിനെ കുറിച്ച് അറിയാവുന്നത് നൂറയ്ക്കാണ്. ഇപ്പോൾ ആദിലെ നൂറയും കൂടെ കട്ടിലിരിക്കുകയാണ്. ആദിലയുടെ മുഖത്ത് നല്ല പേടിയുണ്ട്, കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നൂറ അവിടെ ഇരുന്ന് കരയാണ്, നൂറയ്ക്കും മനസ്സിലായി ഇത് പണിയാണ്. ആദിലയുടെ തെറ്റുകൾ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു, ആദില ചെയ്ത മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഷാനവാസും അവരും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ടേംസിലാണ് ഉണ്ടായിരുന്നത്. ഷാനവാസ് സ്വകാര്യമായി പറഞ്ഞ കാര്യങ്ങൾ ഇവരവിടെ എടുത്തിടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല ആദിലേക്ക്. അത് ഷാനവാസിന്റെ അടുത്ത് ആദില നല്ല ടേംസിൽ ഇരിക്കുമ്പോൾ പോയി ചോദിക്കുന്നത്, ഇക്കാ ഞാൻ വിട്ടുപോയി, ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ, ആ കാർഡ് എന്താണെന്ന് അവൻ ചോദിക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, എന്നാ പറഞ്ഞോ. പുള്ളിക്ക് റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും പുള്ളി അത് ചെയ്തു. ആക്ച്വലി ഷാനവാസ് അവിടെ ആദിലെ ഹെൽപ്പ് ചെയ്തു. തിരിച്ച് ആദില എന്താണ് ഷാനവാസിനോട് കാണിച്ചത്? ബാക്ക് സ്റ്റാബ് തന്നെയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഷാനവാസിന്റെ അടുത്ത് അനുമോളുടെ അടുത്ത് അങ്ങനെ ആ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഈ നിൽക്കുന്ന ആൾക്കാരെ മൊത്തം പിന്നീന്ന് കുത്തുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ആദില ചെയ്തേക്കുന്നത്. അത് ചെയ്യാത്ത ഒരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ, അത് നൂറയുടെ അടുത്താണ്. അവരുടെ ആ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, എല്ലാ ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചെയ്യുന്നതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രേക്ഷകരെല്ലാം ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ബന്ധങ്ങൾക്ക് വാല്യൂസ് കൊടുക്കാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിന് എത്രയോ ആൾക്കാർ ഇന്നലെ വരെ അല്ലെങ്കിൽ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത ആ ദിവസം, അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ഒരുപറ്റം ആൾക്കാർ ഇവരെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അവർ പോലും ഇന്ന് തിരിഞ്ഞ് ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ചോദിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചു കൂട്ടിയിരിക്കുന്ന പരിപാടികളല്ലേ. ഇത് ഈ ഷാനവാസ് അന്ന് ഇത് പറഞ്ഞപ്പോഴാണെങ്കിൽ നമ്മളും പറഞ്ഞത് എന്താണ് ഇപ്പോഴാണോ ഷാനവാസിന് പറയാൻ തോന്നിയത്, ഇങ്ങനെയൊക്കെയാണോ നമ്മൾ ഷാനവാസിനെ രൂക്ഷമായിട്ട് വിമർശിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നേ. പക്ഷേ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ഇന്ന് ഷാനവാസ് പറയുന്നുണ്ട്. കാര്യം ആദിലെ ഒറ്റൊരാൾ കാരണമാണ് ഷാനവാസിന് അത് നെവിൻ്റെ കാര്യം ടച്ചിങ് ശരിയില്ല എന്നുള്ള കാര്യം പറയേണ്ടി വന്നത്, പബ്ലിക്കായിട്ട് പറയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഷാനവാസ് അത് അന്നും പറയൂലായിരുന്നു. നമ്മൾ വിചാരിച്ചു ആ ഒരു കലിപ്പിൻ്റെ പുറത്ത്, ആ ഒരു പാത്രമൊക്കെ തട്ടിയതിൻ്റെ പുറത്ത് പറഞ്ഞതാണ് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറയേണ്ടത്. പക്ഷെ അതല്ല, ആദിൽ ഒറ്റൊരാൾ കാരണമാണ്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. അന്ന് വൃത്തികെട്ട കാർഡ് എടുക്കരുതെന്ന് ആദില പറഞ്ഞല്ലോ. ആ സമയത്ത് നെവിൻ ഭയങ്കര സീനാക്കിയത്, അതായത് എന്ത് വൃത്തികെട്ട കാർഡെന്നൊക്കെ പറഞ്ഞിട്ട് സീനാക്കി. ഇന്ന് ഷാനവാസ് പറയുന്നുണ്ട്, അതായത് നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ഇത് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞോളാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ നൂറ ചോദിച്ചു, അത് ഇക്കയ്ക്ക് താല്പര്യമില്ലായിരുന്നു എങ്കിൽ പറയണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് ചോദിക്കുന്നത് വരെ ഞാൻ ഇത് പബ്ലിക്കിൽ എടുത്തിട്ട് അവന്റെ ഇമേജ് ഡാമേജ് ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഞാൻ പറയാതിരുന്നത്. ഈ മോശം അനുഭവം എന്ന് ചിലപ്പോൾ ഷാനവാസ് ഉദ്ദേശിക്കുന്നത് പുള്ളിയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുന്നതും അങ്ങനെ അടുത്തിരിക്കുന്നതൊക്കെ ആയിരിക്കാം കേട്ടോ. അത് എനിക്കറിയില്ല. നെവിൻ അങ്ങനെ എന്താണ് മോശമായിട്ട് ചെയ്തെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും പറയുന്ന ഒരാളല്ല. പക്ഷേ ഇവിടെ നെവിൻ മറ്റുള്ളവരുടെ ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറുന്നത് നമ്മളെല്ലാവരും കാണുന്നതാണ്. ചിലപ്പോൾ അത് ഷാനവാസ് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിക്കാണും. എന്തായാലും പുള്ളി അത് ഇതുവരെയും പുള്ളിക്ക് വേണ്ടിയിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നൂറ ചോദിച്ചു, ഇക്ക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്ക അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, പറയണ്ടായെന്ന്. അപ്പോൾ ഷാനവാസ് ചോദിച്ചു, ശരി ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയാൻ നിങ്ങൾ ചോദിച്ചപ്പോൾ കൺസെന്റ് നിങ്ങൾക്ക് തന്നത്, പറഞ്ഞോളാനായിട്ട് പറഞ്ഞത് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അവിടെയാണ് ഇതിനകത്ത് ഷാനവാസ് ജെന്യുവിൻ ആണെന്ന് എനിക്ക് കൂടുതലും തോന്നിയൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് പറഞ്ഞത് ഈ അന്നത്തെ ഇഷ്യൂ നടന്നതിന് ശേഷം നെവിൻ ഉണ്ടല്ലോ, നെവിൻ ക്യാമറയിൽ പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ കണ്ടു. അതായത് എന്ത് വൃത്തികെട്ട കാർഡാണ് അവളുമാർ എന്നെ കുറിച്ച് പറഞ്ഞത് എന്ന് എനിക്ക് അറിയണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ക്യാമറയിൽ പോയി പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണ്. അപ്പോൾ ഇവിടെ ഷാനവാസ് ഇത് കണ്ടു. അതിനുശേഷം അക്ബറിന്റെ അടുത്തും നെവിൻ ഇത് പോയി പറയുന്നതും ഷാനവാസ് കണ്ടു. അപ്പോൾ ഷാനവാസിന് മനസ്സിലായി
മനസ്സിലായി ഇവർ ലോക്ക്ഡ് ആണെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ലോക്ക്ഡ് ആണെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ വന്ന് ഇത് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞത്. ഇതുവരെ ഞാൻ ഇത് എവിടെയും പറയാത്ത കാര്യമായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞോളാൻ പറഞ്ഞത്. അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ എന്റെ തലയിൽ കയറുന്നത്. അപ്പൊ ആ നിങ്ങൾ തന്നെ എനിക്കെതിരെ തിരിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. സത്യമല്ലേ? ആദിലെ വെറും കട്ടപ്പയല്ല, ഡബിൾ കട്ടപ്പയാണ്. കാര്യം അമ്മാതിരി പരിപാടികളാണ് ആദിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ പെട്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയാണ്. കാര്യം ഇവിടെ ആദിലൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് നൂറയ്ക്ക് കൂടെ കിട്ടുന്നുണ്ട്. കാര്യം നൂറ അത്ര ആദിലയുടെ അത്രയും കാര്യങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ പോലും ആദിലൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെയും കൂടെ ആ ഒരു നെഗറ്റിവിറ്റി ഈ പറയുന്ന പോലെ നൂറയ്ക്ക് കൂടെ കിട്ടുന്നുണ്ട്. ആദിലെ നൂറെ ഷാനവാസുമായിട്ട് കോംപ്രമൈസിന് തയ്യാറായത് കാരണം അവരുടെ മനസ്സിൽ ഗിൽറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്, അവരുടെ മനസ്സിൽ വിഷമമുണ്ട്. പ്രത്യേകിച്ച് നൂറയ്ക്ക് അറിയാം, കാരണം നൂറയ്ക്ക് അറിയാം ഷാനവാസ് ഇക്കാര്യത്തിൽ ഇന്നസെന്റ് ആണ് എന്ന്. ഷാനവാസിന് ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാനവാസിന്റെ മാത്രം കാര്യമാണ്, പുള്ളി മാത്രം അനുഭവിച്ച കാര്യമാണ്. പക്ഷേ ആദിലേക്ക് ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ട് എങ്ങനെ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കാര്യം വെച്ചാൽ ഇതിനകത്ത് സങ്കടപ്പെട്ട് പറഞ്ഞേക്കുന്ന നൂറയ്ക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട്. അതാണ് നൂറ ആണെങ്കിൽ ആ ഒരു എപ്പിസോഡത്താണെങ്കിൽ നമ്മൾ കരഞ്ഞേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദിലെ സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പോയി ആദിലടുത്ത് എ എന്ന് പറയുന്ന ഒരാൾ പോയി സംസാരിച്ച് കഴിഞ്ഞാൽ എ പറയുന്നത് ശരി എന്ന് പറഞ്ഞാൽ എയുടെ കൂടെ നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ബി വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ബി പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ ബിയുടെ കൂടെ നിന്നിട്ട് നേരെ എ പറയുന്നതാണെങ്കിൽ ഇവൻ ഏതാ ഈ എ എന്നുള്ള രീതിയിൽ ചോദിച്ചു കളയും. അങ്ങനെയാണ് ഇങ്ങനെ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആദില. പക്ഷേ നൂറയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, കുറച്ചുകൂടെ പറയുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനെ കൊണ്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. പക്ഷേ ആദില ഇങ്ങനെ ചാഞ്ചാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും ഷാനവാസിന്റെ ആ ഒരു ഒറ്റ ഗെയിം കൊണ്ട് ആദിലേനെ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണെങ്കിലും വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് കിടക്കുന്ന കാര്യം. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന കാര്യം ഇവരെ പൊരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഇത് ഭയങ്കര കോംപ്ലിക്കേഷൻ കിടക്കുന്ന ഒരു വീക്കെൻഡ് ആണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആര്യൻ, രന ഫാത്തിമ അവരുടെ ആണെങ്കിൽ ആ ഇഷ്യൂ തൊട്ടിതാ ഇപ്പം ഈ നടന്നേക്കുന്ന ഈ കാര്യം വരെ ആണെങ്കിൽ നാളെ ലാലേട്ടൻ ഇത് എങ്ങനെ എവിടുന്ന് സംസാരിക്കും എന്നുള്ളതാണ് ഭയങ്കര കൺഫ്യൂഷൻ കിടക്കുന്നത്. എന്താണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.